എൻ്റെ പേര് ശ്രീരാമൻ പരമേശ്വരൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബേസിക്കലി ഡിഗ്രിക്ക് B.Com ആയിരുന്നു എടുത്തത്. B.Com കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. ഞാൻ ബിഷമൂർ കോളേജ് മാവേലിക്കരയിൽ നിന്നാണ് പാസ് ഔട്ട് ആയത്. സോ ഞാൻ ഈ പറയുന്ന പോലെ അത് അറ്റ് ദാറ്റ് ടൈം ജേർണലിസം സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. എനിക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്ന സമയമായിരുന്നു അത്. സോ ഞാൻ ആ ഒരു വർഷമാണ് ബേസിക്കലി ഓക്കെ ജേർണലിസം താല്പര്യമുള്ള ഒരു മേഖലയാണല്ലോ, സോ അങ്ങോട്ട് കടക്കാവല്ലോ എന്നൊരു തീരുമാനം എടുത്ത ആ ഒരു വർഷമാണ്. അത് കഴിഞ്ഞാണ് ഞാൻ പ്രബൈസിലോട്ട് എത്തുന്നത്. സോ പറയുന്ന പോലെ ഇപ്പം എനിക്കൊരു ബേസ് ഉണ്ടാക്കി തന്നത് പ്രബൈസ് ആണ് ബേസിക്കലി. സോ ഇപ്പം മനസ്സിൽ ഒരു പ്രിന്റ് മീഡിയ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മനോരമ, പിന്നെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ വർക്ക് കൊള്ളാമെന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അതിന്റെ പഠിപ്പിച്ച കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. ബേസിക്കലി ഞാൻ ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തായിരുന്നു. അതിനു മുമ്പ് പോണ്ടിച്ചേരിയുടെയും ഹൈദരാബാദിന്റെ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തതാണ്. സോ എനിക്ക് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈ തവണത്തെയും കഴിഞ്ഞ വർഷത്തെയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് തോന്നിയത് ക്വസ്റ്റ്യൻസ് ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ കുറച്ചുകൂടെ എന്താ പറയണ്ടേ, കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തോന്നിപ്പോയി. കാരണം പാർട്ടിയിലെ 2-3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിംഗ് ആയിരുന്നു ഈ തവണ. പിന്നെ നമ്മളൊരു പ്രത്യേക ഒരു സിലബസ് ആയിരുന്നല്ലോ കൊടുത്തേക്കുന്നത്. സോ ആ സിലബസിൽ നിന്ന് വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ബട്ട് എനിവേ ഞാനൊരു 69 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ എനിവേ ഞാൻ പറഞ്ഞില്ലേ, പ്രബൈസിന്റെ ആ ഒരു വില മനസ്സിലാകുന്നു നമ്മള് ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കൈ കിട്ടുമ്പോൾ. സോ ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്, ആ ഒരു ഇതുണ്ടല്ലോ, അത് വളരെ ആ പരീക്ഷ ഹോളിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ വളരെ വിലപ്പെട്ടതാണ്. സോ ആ സമയത്താണ് ഞാൻ ശരിക്കും ഓക്കെ ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, മാം എപ്പോഴോ അത് പറഞ്ഞിട്ടുണ്ട് തോന്നിയ ആ ഒരു മൊമെന്റ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കൊമേഴ്സ് സ്ട്രീമിൽ നിന്നാണ് വരുന്നത്. സോ എനിക്ക് ഈ ജേർണലിസം ഓക്കെ താല്പര്യമുള്ളതാണ്. ബട്ട് എന്നാലും ജേർണലിസം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, മാസ് കമ്മ്യൂണിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. സോ ഞാൻ ആ ഒരു അവസ്ഥയിലാണ് പ്രൊഫൈസിൽ എത്തിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടാണ് ആ ബേസ് ഉണ്ടായത്. ഇവിടുന്നാണ് ഞാൻ എന്താണ് അറ്റ്ലീസ്റ്റ് ഇപ്പം ഇങ്ങനത്തെ ബേസിക് ഐഡിയ എന്താണെന്ന് ഒരാൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റുമെന്ന് ഇപ്പൊ തോന്നുന്നു. സോ അതിന് കാരണം പ്രൊഫൈസ് ആണ്. എനിക്ക് മെന്റർഷിപ്പ് മാം എപ്പോൾ വിളിച്ചാലും മാം അവൈലബിൾ ആണ്. അറ്റ്ലീസ്റ്റ് മാം അവൈലബിൾ അല്ലെങ്കിൽ മാം പറയും വോയിസ് ഇട്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറയും. സോ അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഹാർഡായിട്ട് ഇട്ടേക്കുന്നത് അതൊരു കണക്കിന് വളരെ ഹെൽപ്ഫുൾ ആയി. കാരണം ഓക്കെ ഇതിനും അപ്പുറം ഹാർഡായിട്ട് ചോദിക്കത്തില്ല എന്നൊരു ഒരു തോന്നല് ഉണ്ടായി. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, ഭയങ്കര ആ ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ സെലക്ഷൻ. പിന്നെ ഞാൻ ജാമിയയുടെ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ജാമിയയുടെ എൻട്രൻസ് ഈ പറയുന്ന പോലെ 20 മാർക്കിന് MCQ ഉണ്ട്, ബാക്കി 180 മാർക്കും എഴുത്താണ്. സോ എനിക്കിപ്പം അത് അടുത്ത വർഷം പോകാൻ ആഗ്രഹിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, റൈറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ കിട്ടും. റൈറ്റിംഗ് സ്കില്ലാണ് എല്ലാം ഇരിക്കുന്നത്. റൈറ്റിംഗ് സ്കില്ല് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ കിട്ടും. ബേസിക്കലി നമ്മൾ എഴുതുന്ന കാര്യം വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം, ദാറ്റ്സ് ദ തിങ്. സോ അതുണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടും. അതെനിക്കില്ലായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. ജാമ്യയുടെ ഞാൻ MCQയിലോട്ട് വരാം. MCQ കൂടുതലും ചോദിച്ചിട്ടുള്ളത് കുറച്ചുകൂടെ നോർത്ത് ഇന്ത്യൻ മൂവീസിനെ പറ്റി, നോർത്ത് ഇന്ത്യൻ ഫിലിം സ്റ്റാർസിനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. സോ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സിനിമയൊന്നും അധികം കാണാത്തതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ അല്ലാത്ത നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ തിയറിയെ പറ്റിയോ അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊന്നും അല്ലായിരുന്നു. പിന്നെ ഗ്രാമറും ലാംഗ്വേജും ഒന്നും ഇല്ലായിരുന്നു. ഈ കുറച്ച് GK, പിന്നെ ബേസിക് ആയിട്ടുള്ള ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ആനത്ത് എഴുതിയത് ആരാണ്, അങ്ങനത്തെ ബേസിക് ചോദ്യങ്ങളാണ്. ബേസിക്കലി ഞാൻ പറയുന്നത് ഒരു 3-4 വർഷത്തെ MCQ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് MCQ കിട്ടും. പിന്നെ എഴുത്തൂടെ നോക്കിയാൽ മതി. ഓവറോൾ മാം ഞാൻ പറഞ്ഞില്ലേ മാം, എനിക്ക് മാമിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ചേച്ചിയുടെ പേര് അഭിരാമി എന്നാന്ന് തോന്നുന്നു, ആ ചേച്ചി മാമും അതുപോലെ തന്നെ അർഷാദ് ചേട്ടൻ, ആ ചേട്ടന്റെ ക്ലാസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ബേസിക്കലി ഞാൻ അർഷാദ് ചേട്ടന്റെ കാര്യം പറയട്ടെ, എനിക്ക് ഹിസ്റ്ററി വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. സോ എനിക്ക് ആ ചേട്ടന്റെ ക്ലാസ് കേട്ടതോടുകൂടി ഒരു താല്പര്യം വന്നു തുടങ്ങി തോന്നുന്നു. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ബാക്കി എല്ലാവരും ഹെൽപ്ഫുൾ ആണ് ബേസിക്കലി. സോ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു മൊത്തത്തില്. സോ താങ്ക് യു.